അടുത്ത മാപ്പ് മിറാമർ. ഓക്കെ, മിറാമർ അല്ലേ? മിറാമർ മാപ്പിലെ മണലണത്തിൽ വെച്ചിട്ടാണ് ആ ഒരു ഫൈറ്റ് നടക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് മിറാമറിനെ കുറിച്ച് പറയുമ്പോൾ മലക്കളിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാപ്പാണ് ആക്ച്വലി മിറാമർ. കാരണം എനിത്തിങ് ഗോണ ഹാപ്പൻ ഹിയർ, ലൈക്ക് കുറെ മലകളും കുറെ സ്ലോപ്സും കുറെ എന്താ ഹൈ ഗ്രൗണ്ട്സും ഒരു എല്ലാം ടൂർണമെന്റ് വൈബ് വരുന്ന ഒരു മാപ്പായത്. സത്യം നല്ല രീതിയിൽ നമുക്ക് ഹോൾഡ് ചെയ്തും പിടിച്ചും നമ്മൾ സൈഡുകൾ നോക്കിയും എല്ലാം നമുക്ക് കിടുക്കനായിട്ട് എന്തു സംഭവിക്കാം. ടീം കളികളെല്ലാം മാറാം. എനിവേ നമ്മളുടെ ഫസ്റ്റ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു മാച്ച് റിസൾട്ടാണ് വന്നത്. കുറേ പേര് നമ്മൾ ഇപ്പോൾ കളി ജയിച്ചപ്പോൾ മാത്രമാണ് നിക്കിയുടെ ഒരു പേര് വന്നിട്ടുള്ളത്. അതിന് മുന്നേ വരെ നിക്കിയുടെ 2-3 സ്റ്റിക്കർ മാത്രമേ കണ്ടുള്ളൂ. ബട്ട് ഹി ജസ്റ്റ് അല്ലെ ഒരു ഹിസ്റ്ററി എഴുതി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്ന് ഒരു ചെറിയ കില്ലല്ല, എല്ലാവരെക്കാട്ടിലും കൂടുതൽ, എല്ലാ ടീമിനേക്കാളും കൂടുതൽ കില്ല് എടുത്തുകൊണ്ട് തന്നെയാണ് ആ ഒരു അല്ലെ ഒരു ഹൈ ഗ്രൗണ്ട്. എത്ര കില്ലാണ് അവർക്കുള്ളത്? 10 കില്ല് എടുത്തുകൊണ്ട് തന്നെയാണ് അവർ അവിടെ കയറിയിരിക്കുന്നത്. നിക്കി ഈസ് ജസ്റ്റ് ഫാമിങ് ആൻ ഔറ ഓൺ ദർ ഗൈസ്. ഒന്നും പറയാല്ല. ഓക്കെ, ഗോ ആൻഡ് കം ബാക്ക്. ടൈറ്റൻസ് ഗെയിം പ്ലേ 1%, സ്റ്റിക്കർ 99%. അങ്ങനെ നിങ്ങൾ ഫാൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കങ്ങളും അടികളും നടക്കട്ടെ. ആൻഡ് ദ ഗെയിം സ്റ്റാർട്ടിങ് ഇൻ ടൈം. ലെറ്റ്സ് സീ ദ മാപ്പ്. മാപ്പിലേക്ക് ജസ്റ്റ് നോക്കുമ്പോൾ നമ്മളുടെ ടീം മുബ ഏതായിരുന്നു? നിക്കി എല്ലാവരും ഓരോരോ സ്ലോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിയർ ആയിട്ട് ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉള്ളത് നമ്മളുടെ അറബിയുടെ ടീമും നിക്കിയുടെ ആൽഫിയും തമ്മിലാണ് ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉള്ളൂ. അതേപോലെ തന്നെ വാസ്കോന്റെ ടീമും നമ്മളുടെ ഡിങ്കന്റെ ടീമും അവിടെ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. വാസ്കോന്റെ ടീം ഇവിടെ അയ്യോ വാസ്കോന്റെ ടീമും ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലാണ്. ഓക്കെ, തൊട്ട് താഴെയായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. തൊട്ട് താഴെയായിട്ടാണ് അവരുടെ ഒരു ടീം വരുന്നത്. ഓക്കെ, ഇവിടെ നിന്നും ലൂഫിയും നമ്മളുടെ റാവുമോനും ഇങ്ങോട്ട് ഒരു പുഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, പക്ഷേ പുഷ് ചെയ്യുന്നില്ല ഇപ്പം. എന്തായാലും തൽക്കാലം ഇവർക്ക് ഇവിടെ ഒരു സോണുണ്ട്. എല്ലാവരും ഇവിടെ ഹോൾഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സ്മോക്ക് ഇട്ടുകൊണ്ട് ഇച്ചായ മാത്രമാണ് ഒരു ഓപ്പൺ ഏരിയയിലേക്ക് വരുന്നത്. ഇവിടെ ഒരു ഫ്ലാങ്ക്. ഓക്കെ, അവിടെ നല്ലൊരു ഫ്ലാങ്ക് ആണ് ലൂഫിയും നമ്മുടെ ലൂച്ചിയും റാവുമോനും ചെയ്തിട്ടുള്ളത്. തൊട്ട് മേലെ ഹൈ ഗ്രൗണ്ട് പിടിച്ചിരിക്കുകയാണ്. പക്ഷെ അവർ വന്നത് ഇച്ചിരി ഡിലേ ആയി പോയി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഡിലേ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, ആ ഒരു ഡിലേ വന്നുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കില്ല് കൺഫേം ചെയ്യാനോ കില്ല് ചെയ്യാനോ പറ്റിയില്ല. ഡിങ്കൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ ഡിങ്കൻ്റെ ഫ്രണ്ടിലേക്കാണ് അവർ വന്ന് കയറുന്നത്. ഡിങ്കൻ ഒരു 1v4 സിറ്റുവേഷനിലേക്ക് പോകുമെന്നറിയില്ല. ഡിങ്ങനെ കണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഡിങ്ങനെ കണ്ടിട്ടുണ്ടോ വെച്ചാൽ ഒരു നേട് വന്നിട്ടുണ്ട്. നമ്മൾ വാസ്കോയുടെ അടുത്ത് നേട് വന്നിട്ടുണ്ട്, പക്ഷെ അത് ഇമ്പാക്ട് ചെയ്യാൻ പറ്റില്ല. ഡിങ്കനെ അവിടെ നോക്കിയിട്ടിരിക്കുകയാണ്. ഡിങ്കനെ വാസ്കോടെ നോക്കിയിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ സേവിയറെ നോക്കിയിട്ടിരിക്കുകയാണ്. സേവിയറെ നമ്മൾ ലൂക്കാസ് ആണ് അവിടെ നോക്കിയിട്ടിരിക്കുന്നത്. ഓക്കെ, ബാക്കിൽ നമ്മൾ കൊമ്പാച്ചിട്ട് വണ്ടി വന്നപ്പോൾ അവരെ നിർത്താൻ സമ്മതിക്കാതെ പോയിരിക്കുകയാണ്. ഓക്കെ, വിൻസെന്റ് ഇവിടെ നോക്കാണ്. നമ്മളെ ലൂച്ചിയാണ് നമ്മളുടെ ആ ഒരു നോക്കിയിട്ടിരിക്കുന്നത്. വിൻസെന്റ് വക്രിജൻ അവിടെ നോക്കാണ്. 3v2 സിറ്റുവേഷൻ ആണ് വന്നിരിക്കുന്നത്. ലൂച്ചി അവിടെ നോക്കായിരിക്കുന്നു. നമ്മളുടെ റാവുമോൻ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. റാവുമോൻ അവിടെ തിരിച്ചു നോക്കിയിട്ടിരിക്കുകയാണ്. ജെനിസിനെ അവിടെ റാവുമോൻ തിരിച്ചു നോക്കിയിട്ടിരിക്കുന്നു. ഓക്കെ, ഫൈൻ. നമ്പർ 3 ഈസ് എലിമിനേറ്റഡ് ഫ്രം ദ ഫസ്റ്റ് മാച്ച്. ആൻഡ് നമ്മളെ വാസ്കോക്ക് 4 കിൽസ്, ഒരു സ്ക്വാഡ് വൈപ്പ് തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ അവിടെ നമ്മളെ ക്രൈസ്റ്റിനെയും എസ്റ്റേ ഗോഡിനെയും എടുത്തിരിക്കുകയാണ് സ്മോക്കഡ്. അയ്യോ, സ്മോക്കഡ് അവിടെ. ഓക്കെ, സ്മോക്കഡ് അവിടെ കിൽസ് ഒന്നും എടുത്തില്ല, കൺഫേം ചെയ്തിട്ടാണ് ഉള്ളത്. സ്മോക്കഡ് അവിടെ സ്മോക്ക്. ഓക്കെ, ബക്കിയാണ് അവിടെ 2 കില്ല് എടുത്തിരിക്കുന്നത്. ഓക്കെ, മായാവിയുടെ അടുത്തേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ബാക്കിലേക്ക് അങ്ങ് വന്നിരിക്കുകയാണ്. സ്മോക്ക് തിരിച്ചു വരാൻ പറഞ്ഞോ എന്നറിയില്ല. ഒരു നീഡ് എറിഞ്ഞിരിക്കുന്നു. കേരള സ്റ്റാർ അവിടെ ലോങ്ങിലുണ്ട്. കേരള സ്റ്റാറിനെ അടിക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഓക്കെ, നല്ലൊരു ഫൈറ്റ് അടി കിട്ടുന്നുണ്ട്. പക്ഷെ 3 HP മാത്രം ബാക്കി നിൽക്കെ ഹി ജസ്റ്റ് എസ്കേപ്പ് ഫ്രം ദ ഫൈറ്റ് ഓഫ് നമ്മുടെ. ഓക്കെ, അവിടെ ഷുട്ടുമണി അവിടെ അടിച്ചിട്ടിരിക്കുകയാണ്. ഷുട്ടുമണിയുടെ അടുത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഷുട്ടുമണി അവിടെ ജെനിസിസിനെ നോക്കിയിരിക്കുന്നു. അവിടെ ജെനിസിസിനെ കേരള സ്റ്റാർ നമ്മളുടെ സോണിൽ വീണ് മരണപ്പെട്ടിരിക്കുകയാണ്. ജെനിസിസിന്റെ കില്ല് അവിടെ കൺഫേം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ നോക്കാനുള്ളൂ. നമ്മളെ ഇച്ചായനും ലൂക്കാസും വക്രിയും അവിടെ ഉണ്ട്. ബാക്കി എല്ലാവരും ഒരാൾ നോക്കായിരിക്കുകയാണ്. ലൂക്കാസ് അവിടെ കയറുമോ ഇല്ലയോ എന്ന് മാത്രമാണ്
ഒരു ഒരു അടി പോലും കണക്ട് ചെയ്യാൻ പറ്റിയില്ല. ഓ അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വാസ്കോനെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ തിരിച്ച് ഒരു കില്ലടിക്കാൻ സമ്മതിക്കാൻ നിൽക്കുവാണ്. റാംബോക്ക് അവിടെ മായാവിനെ എടുത്തിരിക്കുന്നു. റാംബോക്കിലേക്ക് നമുക്ക് പോകാം. റാംബോക്ക് അവിടെ മായാവിനെ നോക്കിട്ടിരിക്കുകയാണ്. ഫിനിഷ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ നമ്പർ 4 ഈസ് ഓൾസോ എലിമിനേറ്റഡ്. നമ്മൾ റെഡക്സും എലിമിനേറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഇൻവിക്റ്റിക്സും എലിമിനേറ്റ് ആയിട്ടുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ഗോണ ഹാപ്പൻ ഹിയർ. നമ്മളുടെ ഇപ്പോൾ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഇച്ചായൻ്റെ അടുത്താണ്. നമുക്ക് നോക്കാം. ഇച്ചായൻ അവിടെ നൈസായിട്ടൊരു ബോഡി ഷോട്ട് കൊടുത്തിരിക്കുകയാണ്. അവരെല്ലാവരും ഓടി സോണിൽ കയറാനുള്ള ശ്രമം നടക്കുകയാണ്. ജെനിസസ്, വാസ്കോയും ജെനിസസും എല്ലാവരും അവിടെ ഓടി കയറുകയാണ്. ടീം കൊമ്പാച്ചിന്റെ ടീം എല്ലാവരും ഇവിടെ നിൽക്കുന്ന അഗ്നി എല്ലാവരും, അതെ ബാക്കി എല്ലാവരും ഇവിടെ ഓടിക്കയറാണ്. ഒരു ഹൈ ഗ്രൗണ്ട് പിടിച്ചുകൊണ്ടാണ് നമ്മളുടെ ഇച്ചായന്റെ ടൈറ്റൻസ് ഇവിടെ വന്നിരിക്കുന്നത്. ഇൻവിക്റ്റിക്സും നമ്മളുടെ റെഡക്സും ആദ്യം തന്നെ സോണിന് പുറത്തു പോയിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓക്കെ സ്മോക്കഡ് വീണ്ടും ഒരു നോക്കിട്ടിരിക്കുകയാണ്. സ്മോക്കഡ് അവിടെ നമ്മളെ കിങ്സ്റ്റണെയാണ് നോക്കിട്ടിരിക്കുന്നത്. പക്ഷെ പുഷ് ചെയ്യുന്നില്ല. അത് സോണിൽ നമുക്ക് കയ്യിൽ കൺഫേം ആവും തോന്നുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ അവിടെ ടീം 1 അഖിൽ ജോർജിന്റെ ടീം. അഖിൽ ജോർജ് ഇസ് നോക്ക്ഡ് ബൈ ആരാണ് അവിടെ നോക്കിയിരിക്കുന്നത്? ഊക്കർ റോക്കിയാണ് അഖിൽ ജോർജ് നോക്കിയിരിക്കുന്നത്. ഒരു ഹൈ ഗ്രൗണ്ട് തന്നെയായിരുന്നു. ഇവർക്ക് നല്ലൊരു സ്പോട്ടായിരുന്നു അത്. പക്ഷേ ഊക്കർ റോക്കി അവിടെ നൈസ് ഒരു കില്ല് എടുത്തിരിക്കുകയാണ്. ഈ കൊമ്പാച്ചൻ അവിടെ ഓടി കയറുന്നത് നേരെ അവരെ അടുത്തേക്കാണോ എന്നൊരു സംശയമുണ്ട്. ജസ്റ്റ് ഒന്ന് കൊമ്പാച്ചൻ അടുത്തേക്ക് പോവാം. കൊമ്പാച്ചൻ എല്ലാവരും സോണിൽ തന്നെയാണ്. ഇവിടെ സോണോട്ടിൽ നിൽക്കുന്നത് നമ്മളുടെ ഊക്കറുടെ ടീം മാത്രമാണ് സോണോട്ടിൽ നിൽക്കുന്നത്. ഇവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. നമ്മളുടെ അഖിലിന്റെ ടീമും അതായത് ടീം അറബി അല്ലേ, അറബിയും നമ്മളുടെ അപ്പുറത്തെ ടീം ഏതാ, അവർക്ക് 2 ടീമായിട്ട് അടി നടക്കുന്നുണ്ട് ആക്ച്വലി. അവർക്ക് നമ്മളുടെ കൊച്ചുനിന്റെ ടീമായിട്ട് അടിയുണ്ട്. അതെ ടീം ആൽഫയായിട്ടും അടിയുണ്ട്. ഇവൻ കേറിയില്ല, നിക്കി കേറിയില്ല. എനിക്കൊന്ന് ക്രാഷ് ആയെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ നമ്പർ ടോപ്പ് 4ലേക്ക് കയറിയിരിക്കുകയാണ് നമ്മളുടെ സ്വന്തം ടീംസ്. ആൻഡ് ലാസ്റ്റ് ടീം ഇസ് ഓൾസോ എലിമിനേറ്റഡ്. ടീം കൊമ്പാച്ചിന്റെ അഗ്നിയെ അവർ അടിച്ച് തൊലച്ച് വിട്ടിരിക്കുകയാണ്. അത് കാണാൻ പറ്റിയില്ല. എന്നാവേ ഓക്കെ ഇവിടുന്ന് കേറി വരികയാണെങ്കിൽ ഞാൻ പറയാലോ എനിക്ക് ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാം കൂടി എനിക്ക് പറ്റുന്നില്ല. ഫൈറ്റ് നടക്കുന്നതൊക്കെ നമുക്ക് നോക്കി കണ്ട് ഓൺ സ്പോട്ട് അവിടെ ഓടിച്ചാടിയാക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഡൗൺ ആയി. അതെ എനിക്ക് ഡൗൺ ആയോ? എനിക്ക് ഡൗൺ ആയതാണോ അത്? എനിക്ക് ഡൗൺ ആയതാണ്. സോറി മൈ ബാഡ്. ഓക്കെ അവിടെ ഫൈറ്റ് നടക്കുകയാണ്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ ഇവിടെ കൊച്ചുനിന്റെ ടീം അതായത് ടീം ആൽഫ കയറി നേരത്തെ അടിച്ചാൽ വന്നിരിക്കുന്നത്. ഓക്കെ മാലിക് അവിടെ നോക്കായിരിക്കാണ്. അതാരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിവേ അഖിൽ ജോഡ് അവിടെ മാലിക്കൊപ്പിനെ എന്താക്കിയിരിക്കുന്നു. മുബ അവിടെ അഖിൽ ജോഡിന് തിരിച്ചൊരു ട്രേഡ് എടുത്തിരിക്കുകയാണ്. ഡൂഡ് അവിടെ നോക്കിയിരുന്നു, അല്ല ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ നോക്കുന്നു. പക്ഷെ നടന്നില്ല. അവിടെ നേട് വന്നിരിക്കുന്നു. അഖിൽ ജോഡിനെ അവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. കൊച്ചുന് കയറി വന്നിരിക്കുന്നു. അയ്യോ ഇത് കാണാനും പറ്റുള്ളൂ ശരി. ഓക്കെ ഒരു നേട് വന്നിരിക്കുകയാണ് അഖിലിന്റെ അടുത്ത്. അല്ല നമ്മൾ കൊച്ചുനെ മണ്ടക്ക് കിട്ടിയെങ്കിലും കൊച്ചിന് വീണില്ല ആക്ച്വലി. ഓക്കെ ഒരു ബ്ലൈൻഡ് അവിടെ ലൂഫിനെ ഡൗൺ ആക്കിയിരിക്കുകയാണ്. ഇനി ആകെ ഉള്ളത് നമ്മളുടെ പുഷ്പ മാത്രമാണ് ആ ടീമിൽ. പുഷ്പ എന്ത് ചെയ്യുന്ന നമുക്ക് പുഷ്പയുടെ അടുത്ത് പോയിട്ട് തന്നെ നോക്കാം. അല്ലാതെ നമുക്ക് ഇവിടെ നിന്നാൽ പുഷ്പ എന്ത് ചെയ്യുന്നു കാണാൻ പറ്റില്ല. 3 പേരും കൂടി ഫ്ലാങ്ക് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്യാമറ വ്യൂവിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ് ഇസ് ഒരു ഷിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറ വ്യൂ. ഊക്കർ നോക്കി അവിടെ മാലിക്കിനെ നോക്ക് ചെയ്തിരിക്കുകയാണ്. ഫിനിഷും ചെയ്തിട്ടുണ്ട്. മാലിക്കിനെ ഫിനിഷ് ചെയ്തതാ നോക്കിട്ടത് ഇവരായിരുന്നു. ഊക്കർ തന്നെയാ നോക്കട്ടെ. അത് ഫിനിഷ് ചെയ്തതാടാ. ഓൾറെഡി നോക്കഡ് ആയിരുന്നു മാലിക്. എന്ത് ചെയ്യും? ഒറ്റ ഒരാളും കൂടി ഉള്ളു. ഇവര് കേറി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു അല്ലേ ഒരു 90% നോക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലൂഫി മാക്സ് ഇസ് രക്ഷപ്പെടാൻ ഒന്നും നോക്കാനില്ല. ഇച്ചായന്റെ ടൈറ്റൻസ് അവിടെ പിന്നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ ലൂഫി മാക്സിനെ അവിടെ നോക്കിയിട്ടിരിക്കുകയാണ്. അവര് 4 പേരുണ്ട്. ഊക്കറിന്റെ ടീം 4 പേരുണ്ട്. ഒരു കിടുക്കൻ ഒരു കളി കാണാൻ നല്ലൊരു ചാൻസ് കാണുന്നുണ്ട്. ഇവിടെ പുഷ്പ മാത്രമേ ഉള്ളത്. ഓക്കെ ദേ ഹാവ് ഗോൺ ഫോർ എ പുഷ് ഹിയർ.
നമുക്ക് ജസ്റ്റ് ഒരു ക്യാമറ വ്യൂയിലേക്ക് പോവാം. ഓക്കെ, നോക്കിയിട്ടിരിക്കുകയാണ്. കൊച്ചുകുഞ്ഞാണ് ലൂഫീനെ അടിച്ചിട്ടിരിക്കുന്നത്. ആ കില്ല് ഞാൻ തന്നെ, എന്റെ കൂട്ടുകാരനെ ഞാൻ തന്നെ അടിച്ചു കൊന്നോളാം, നിങ്ങളൊന്നും ഒരു ആവശ്യമില്ല. അല്ല, കൊച്ചുകുഞ്ഞാ ടീം തരത്തില്ല, അത് എന്റെ കില്ല, ഞാനേ എടുക്കൂ. കൊറേ നേരമായിട്ട് നോക്കാക്കിട്ട് കളിച്ചോണ്ടിരിക്കുന്ന സാധനം അത് എന്റെ അത് പറഞ്ഞൊരു കൊച്ചുകുഞ്ഞ് ആ കില്ലാണ് കൺഫേം ചെയ്തിരിക്കുകയാണ്. ടൈറ്റൻസ് ഇസ് ബാക്ക്. അവിടെ KMC ബക്കി ആ ഒരു കില്ല് എടുത്തിരിക്കുകയാണ്. നമുക്ക് ഊക്കറിന്റെ ടീമിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാം. KMC ബക്കി അവിടെ ഇട്ടിരിക്കുന്നത് മുബേനെയാണ് നോക്കിയിട്ടിരിക്കുന്നത്. മുബ മാത്രമേ ഉള്ളൂ, മുബ മാത്രമല്ല കൊച്ചുകുഞ്ഞും ഉണ്ട് അവിടെ. കൊച്ചുകുഞ്ഞിന് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു ട്രിഗർ, എന്താ പറയാ, ട്രിഗർ പേഷ്യൻസ് ഇപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കിടുക്കനായിട്ടുള്ള ഒരു ബാക്ക് സ്റ്റാബ് ഇവിടെ നടത്താമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ പുഷ്പയും ഇവിടെ ഹോൾഡിങ്ങിൽ നിൽക്കുന്നുണ്ട്. സോ ദിസ് ഈസ് അവർ ഏരിയ. നമ്മളുടെ ഊക്കറിന്റെ ടീം അവിടെ കയറുന്നു. ഊക്കറിന്റെ ടീം അവിടെ കണ്ടിരിക്കുകയാണ്. ഊക്കറിന്റെ ടീമും ടൈറ്റൻസും തമ്മിലുള്ള, അതായത് പണ്ണക്സും ടൈറ്റൻസും തമ്മിലുള്ള ഒരു ക്ലാഷ് നടക്കാൻ ചാൻസ് ഉണ്ട്. ജെനിസിന് ഒരു നേട് വന്നിരിക്കുന്നു, പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. ഒരു ടാഗ് പോലും കൊടുത്തില്ല. നല്ല പോലെയാണ് അത് ഒരു ഇതായി പോയത്. ഇവിടെ ഒരാളുടെ ആ കൊച്ചിന്റെ തൊട്ട് താഴെ നമുക്ക് പോലും കാണാൻ പറ്റാതെയാണ്. ഉക്കറോക്കി, താങ്കളുടെ ഇപ്പുറമായിട്ട് ഒരുത്തൻ നിൽക്കുന്നുണ്ട്, താങ്കൾ അത് കണ്ടിട്ടില്ല. ഉക്കറോക്കി അടിച്ചിട്ടിരിക്കുകയാണ് കൊച്ചിനും. അപ്പോ തിരിച്ച് ലോബിയിലേക്ക് പോയിട്ടുണ്ട്. നേരത്തെ ഡിന്നർ അടിച്ചവരാണ് ഇന്ന് പോയിട്ടുള്ളത്. പുഷ്പേനെ പുറത്ത് ചാടിക്കാനുള്ള ശ്രമം നടക്കില്ല മക്കളെ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുള്ളൂ. അവിടെ ഒരു എന്താ പറയാ, ഞാൻ മരണം ഇനി ഒരു നൈസ് ഷോട്ട് അവിടെ നൈസ് നോക്കിട്ടിരിക്കുകയാണ്. സോണി സ്ട്രിംഗിങ് എല്ലാവരും തീരുമോ? ഓക്കെ, അവിടെ മഴയാണ് പോകുന്നത്. ഓക്കെ, ലാസ്റ്റ് മാൻ വാസ്കോ മാത്രം. ബാബു ഒരു കിട്ടിലൻ കളിയാണ് കളിച്ചിരിക്കുന്നത്. കിട്ടിലൻ കളി. എടാ, ടീമിലും കൊണ്ടുപോയി മോസ്റ്റ് ഡാമേജ് അവർ കൊണ്ടുപോയി, മോസ്റ്റ് അസിസ്റ്റ് അവർ കൊണ്ടുപോയി. ടീം ഫണ്ണക്സിന്റെ ഒരു തിരിച്ചുവരവായിരുന്നു അത്. എന്താ പറയാ, ഒരു വണ്ടിയിൽ നിന്നും മരണപ്പെട്ടുവെങ്കിലും ഇപ്രാവശ്യം അവർ ഡിന്നർ ആയിട്ടാണ് അവര് പോയിട്ടുള്ളത്. കിടുക്കൻ ഒരു കംബാക്ക് തന്നെയാണ് അവർ സാധിച്ചിട്ടുള്ളത്. ലെറ്റ്സ് സീ ദ ടീം സ്കോർ ഹിയർ. ടീം 10 കില്ലുമായിട്ട് ചിക്കൻ അടിച്ചിരിക്കുന്ന ഹാഷ് 1ലേക്ക് അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കളി എവിടെയായിരുന്നു അവര്? ഹാഷ് 5 എന്തോ ആയിരുന്നു അവരുടെ. ഓക്കറിന്റെ സൈഡിൽ നിന്ന് 3 കില്ല്, ബാബു 3 കില്ല്, ബക്കി 2 കില്ല്. ഇറ്റ്സ് റാംബോ. അതാരാ പുണ്യാളൻ നേരത്തെ ഉണ്ടായിരുന്ന പുണ്യാളൻ സബ് കയറിയണോ? ഓക്കെ, അപ്പൊ പുണ്യാളനെ കേറി എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് അവരുടെ കളി കളിച്ചു. 10 കില്ലുമായിട്ട് അവര് ചിക്കൻ ഡിന്നർ അടിച്ച് ഗെയിം അവർ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഹാഷ് 1-ല്. ഹാഷ് 2-ല് നേരത്തെ താഴെ നിന്ന് അവർ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇച്ചായൻ അവരുടെ വരവ് അറിയിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു ഇനീഷ്യൽ പുഷ് നമ്മൾ കണ്ടായിരുന്നു. ഇച്ചായൻ 3 കില്ലോടുകൂടി, പിന്നെ ലൂക്കാസ് 2 കില്ലോടുകൂടി, ജെനസിസ് ബ്രോ 1 കില്ല്, ബക്കറി ചായൻ 0 കിൽസ് ആൻഡ് ടോട്ടൽ 6 കില്ലുമായിട്ട് ഹാഷ് 2-ല് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ടീം ടൈറ്റൻസ്. ആൻഡ് ഹാഷ് 3-ല് നമുക്ക് ടീം അറബി ഉണ്ട്. ലാസ്റ്റ് 3-ാം സ്ഥാനത്തിലേക്ക് വരെ സർവൈവ് ചെയ്ത് നിന്ന് പുഷ്പ അവർക്ക് ഹാഷ് 3 ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കില്ലുമായിട്ട് പുഷ്പ. ആൻഡ് ഹാഷ് 4-ല് നമ്മുടെ കൊച്ചുഞ്ഞിന്റെ കഴിഞ്ഞ കളിയിൽ ചിക്കൻ ഡിന്നർ അടിച്ച് നമ്മുടെ ടീം ആൽഫ, നിക്കിയുടെ ടീം, കൊച്ചുഞ്ഞിന്റെ ഒരു കില്ല്, മൂബ വിസാം, മാലിക്കിന്റെ ഒരു കില്ല്. അവരുടെ 3 പേരുടെ കോൺട്രിബ്യൂഷൻ 3 കില്ലോടുകൂടി ഹാഷ് 4-ൽ അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹാഷ് 5-ലെ ടീം നമ്മുടെ കൊമ്പച്ചന്റെ ടീമാണ്. അവിടെ ബാക്കി ആരൊക്കെയാണോ? അത് അഗ്നിയും റെഡ്എക്സും. അഗ്നി കത്തുന്നില്ല ഗൈസ്, അഗ്നി കത്തുന്നില്ല. നല്ല രീതിയിൽ തണുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ അഗ്നി. ലാസ്റ്റ് 2 മാച്ചസ് ആയിട്ട് അഗ്നിക്ക് നല്ലൊരു എന്താ പറയാ, നേരത്തെ കളിയിൽ ഒരു പൊസിഷൻ എടുക്കാൻ പറ്റി. മാപ്പുകള് മാറുന്നത് കണ്ടോ? ഫസ്റ്റ് മാപ്പിൽ ആരൊക്കെയാണ് ഡോമിനേറ്റ് ചെയ്തതും ഈ സെക്കൻഡ് മാപ്പിൽ ആരൊക്കെയാണ് ഡോമിനേറ്റ് ചെയ്തതും നമ്മൾ തന്നെ കണ്ടു. അടുത്ത കളിയിൽ ചിലപ്പോ അഗ്നി ആളി കത്താം.
ആളിക്കത്ത ഇതുവരെ കത്തിയിട്ടില്ല ആള് എന്നാണ് ഞാൻ കത്താം. പറയുന്നത്. പക്ഷെ ഇച്ചായന്റെ ടീം ഇച്ചായന് ഒരു വരവ് അറിയിച്ചിട്ടുണ്ട്. അതേപോലെ ഊക്കറും അതൊരു ഡിന്നറോട് കൂടിയാണ് ഊക്കർ ആ വരവ് അറിയിച്ചിരിക്കുന്നത്. ആ